ഇതുവരെ ചെയ്തിട്ടില്ല. പ്രാക്ടീസിൻ്റെ കുറവുണ്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എല്ലാം പഴയ രീതിയിലോട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. പഴയ രീതിയിലുള്ളൊരു മിമിക്രിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ പഴയ രീതിയിലുള്ള കലാകാരന്മാർ. ആദ്യമായി പെൺകുട്ടികളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്ന ഉമ്മ. വാങ്ങിത്തരാം, ശരീരം വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടാം. ശരീരത്തി ചിത്രീകരിച്ചാട്ടെ, സമയം കിട്ടുമ്പോൾ ചിത്രീകരിച്ചാട്ടെ. അടുത്തതായി മലയാളികളുടെ നിത്യഹരിത നായകന്മാരിൽ ഒരാളായ പ്രേം നസീർ. ബഹുമാനപ്പെട്ട ആ ക്ലാസ് ടീച്ചർ അറിയുന്നു, എനിക്കിവിടെ അസുഖമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ ഇവിടെ സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ഉമ്മർ പറഞ്ഞ പോലെ ഞാനൊരു പാട്ട് പാടാം. ലജ്ജാവതിയെ അതിൻ്റെ കള്ളക്കടക്കണ്ണിൽ താഴുമ്പോൾ തേങ്ങയും ചക്കയും മാങ്ങയും അതൊങ്ങനെ എന്തോ. അടുത്തതായി യുവ ഹൃദയങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോഴത്തെ കുറച്ച് കലാകാരന്മാരുണ്ട്, ഗായകർ. ഇപ്പം ആദ്യമേ അവരുടെ സൗണ്ട് അനുകരണമാണ്. അഫ്സൽ. എനിക്കാണു നീ, നിനക്കാണു ഞാൻ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഈ വാക്കുകൾ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഈ വാക്കുകൾ. ചിരിക്കുമ്പോഴും നടക്കുമ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്നോർമ്മകൾ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എൻ. അടുത്തതായി ഉദയഭാനു. ഉദയഭാനുവിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പഴയകാല ഗായകനാണ്. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തുളുമ്പുകയാണെന്നും പാപമാം ലോകത്തിൽ നിന്നും ഒരു വ്യാമോഹഗാനം പോലെ. അടുത്തതായി ജാനകി. പഴയകാലം ജാനകിയാണ്. ആഴക്കടലിൻ്റെ അങ്ങേ കരയിലും നേരം വെളുക്കുന്നു മേട്ട്, അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി പൊട്ടിച്ചിരിക്കുന്ന മുത്തേ, പൊട്ടിച്ചിരിക്കുന്ന മുത്തേ. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഗായകയുടെ പേരറിയത്തില്ല. കാനനച്ചാലയിൽ ആടും വയ്ക്കാൻ ഇന്ന് ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ മിക്സ് ചെയ്ത് ഞാൻ രമണ.
പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം എന്നുമെന്നോ മലാലേ. അടുത്ത കുറച്ച് രാഷ്ട്രീയ നേതാക്കളുടെ സൗണ്ടാണ്, ശബ്ദം. അതാ ആദ്യമായി ഗൗരിയമ്മ. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് വളരെ ബോധപ്പെട്ട രീതിയിലുള്ള ഒന്നും തന്നെ ഇവിടെയും നടക്കുന്നില്ല. അടുത്തായിട്ട് ഇ കെ നായനാർ. ഡയലോഗ് കുറച്ചേ ഉള്ളൂ, ഓർമ്മയില്ല എനിക്ക്. ആഹാ, ഓം പറഞ്ഞ് ശരിയല്ല കാട്ട. അവിടെ കൂടി 0 മാർക്ക്, അവിടെ കൂടി 0 മാർക്ക്, അവിടെ കൂടി 1 മാർക്ക്. ആഹാ, ലാൽ സലാം. അടുത്തതായി ലാലു അലക്സ്. നീ എന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും. സത്യം, അമ്മയാണ് സത്യം. അടുത്തതായി പഴയകാല നായകന്മാരിൽ ഒരാളായ വില്ലന്മാരിൽ ഒരാളായ ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ പെരേര, ഞാൻ നിങ്ങളെ കത്തിക്കായിരുന്നു. ഫില്ലിംഗ് ദ ബാങ്ക് യൂസ്ലെസ് ബ്ലഡി ബാസ്റ്റഡ്. ഞാനിപ്പോൾ പറഞ്ഞ വഴിക്ക് 2 തോക്ക് വാങ്ങി. അതിൽ 2 ഉണ്ടകളേ ഉള്ളൂ, ഒന്ന് നിനക്കും ഒന്ന് എനിക്കും. പിന്നെ വേറെ ഒരു കേസ്, ഞാൻ അഭിഷേകിൻ്റെ സൗണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം അനൗൺസ് ചെയ്യുന്നില്ലേ അത് ഒന്ന് അനൗൺസ് ചെയ്തത്. അടുത്തായി നിങ്ങളുടെ മുന്നിൽ വരുന്നു. എൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്താൽ നേരത്തെ പറഞ്ഞു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അടുത്തതായി പ്രിൻസിപ്പളിന് ഇവിടെ ബഹുമാനായ പ്രിൻസിപ്പളിന് സ്വീകരണമാണ്. ആ സ്വീകരണ യോഗം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് തീരുമാനിച്ചത്. അടുത്തതായി നിങ്ങൾ മുന്നിൽ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളാണ്. ആ പരിപാടികൾ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. അല്ല, തീർന്നില്ല. നമ്മുടെ അച്ചുമാമൻ